നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇത്തവണ പുതിയ ഫോർമാറ്റിലാണ് നടക്കുന്നത്. ആകെ 32 ടീമുകൾ മാറ്റുരക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് ഇത്തവണത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ്. എന്നാൽ പഴയ ഫോർമാറ്റിൽ ഉണ്ടായിരുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇനി മുതൽ ഫിഫ ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് എന്നാണ് അറിയപ്പെടുക. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് ഈ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയതുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. അതേസമയം റയലിൻ്റെ കലാശ പോരാട്ടത്തിലെ എതിരാളികൾ ആരാണ് എന്നുള്ളത് തീരുമാനമായിട്ടില്ല. സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒരു ഭാഗത്ത് അൽ അഹ്ലിയുണ്ട്, മറുഭാഗത്തെ എതിരാളികൾ തീരുമാനമായിട്ടില്ല. ആ സെമി ഫൈനൽ പോരാട്ടത്തിൽ വിജയിക്കുന്നവരായിരിക്കും റയൽ മാഡ്രിഡിന് ഫൈനലിൽ എതിരാളികളായി കൊണ്ടുവരിക. ഈ ഫൈനൽ മത്സരത്തിൻ്റെ തീയതിയും വേദിയും ഇപ്പോൾ ഫിഫ ഒഫീഷ്യലായി കൊണ്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന ഡിസംബർ 18 ഈ ഫൈനൽ മത്സരം നടക്കുക. ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഫൈനൽ മത്സരം നടക്കുക. ഈ സ്റ്റേഡിയവും അതുപോലെ തന്നെ ഈ തീയതിയും ഇപ്പോൾ അർജന്റീനയെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. അതായത് 2022 വേൾഡ് കപ്പ് ഫൈനൽ ഇതേ സ്റ്റേഡിയത്തിൽ ഡിസംബർ 18 ആയിരുന്നു നടന്നിരുന്നത്. അന്ന് ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം സ്വന്തമാക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. അവിടെയാണ് അർജന്റീന കിരീടം ഉയർത്തിയിട്ടുള്ളത്. 2 വർഷങ്ങൾക്കിപ്പുറം റയൽ മാഡ്രിഡ് അതേ സ്റ്റേഡിയത്തിൽ അതേ ദിവസം മറ്റൊരു ഫൈനലിന് വേണ്ടി ഇറങ്ങുകയാണ്. അന്ന് വേൾഡ് കപ്പ് നഷ്ടമായ കിലിയൻ എംബപ്പെ ഈ ഒരു മത്സരത്തിൽ റയലിൻ്റെ നിരയിൽ ഉണ്ടായിരിക്കും. റയലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരല്പം ബുദ്ധിമുട്ടേറിയ സമയമാണ്. ഒരുപാട് ഞെട്ടിക്കുന്ന തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി അവർ തിരിച്ചു വരും എന്ന് തന്നെയാണ് അവരുടെ ആരാധകർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഈ സീസണിലെ യുവേഫ സൂപ്പർ കപ്പ് സ്വന്തമാക്കിയത് റയൽ മാഡ്രിഡ് തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഫിഫ ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് കൂടി അവർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.